ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഇന്ന് എവിടെ ഈ മൈക്ക് വെക്കും. കാരണം കഴുത്ത് ഇത്രയും പൊങ്ങലാണ്, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ അറിയാതിരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നത്തെ ദിവസം കയ്യില്ലെങ്കിൽ പിടിക്കാതെ നടക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഓക്കെ, ലാസ്റ്റ് ടൈമിലുണ്ടല്ലോ ഞാൻ Q&A ആയിട്ട് നമ്മുടെ NGLൻ്റെ ലിങ്ക് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. കാരണം എന്നെ അങ്ങനെ ഒരുപാട് പേർക്ക് അറിയത്തില്ലെങ്കിൽ പോലും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ കാണില്ലേ, അപ്പോൾ അവരെനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ലൈക്ക് ഐ വാസ് സ്ക്രോളിങ് ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. അത്രയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം അതിൽ നിന്ന് എനിക്ക് ആ ഒരു ടൈമിൽ ഓക്കെ ഇത് സ്റ്റോറി ഇടാം എന്ന് തോന്നിയ അത് മാത്രമായിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അന്ന് തൊട്ടേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ വെച്ചിട്ടൊരു യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ നമുക്കിങ്ങനെ ഓരോന്നിനും റിപ്ലൈ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ. ഇതാകുമ്പോൾ ഒരൊറ്റ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഞാൻ അന്ന് കിട്ടിയ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം എടുത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ഒരു സെക്കൻഡ് ഞാനത് കണ്ടുപിടിച്ചിട്ടു. ഓക്കെ ഞാൻ ഇതെല്ലാം കൂടെ ഒരു ഇതാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യനും ഞാൻ നിങ്ങൾ എനിക്ക് അയച്ച ആ ഓരോ ക്വസ്റ്റ്യനും ഞാൻ അങ്ങോട്ട് പറയും. എന്നിട്ട് ഞാൻ അതിൻ്റെ എല്ലാ ഉത്തരം നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. ഓക്കെ, ആക്ച്വലി ഇതൊക്കെ ആരാണ് ചോദിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. ഇതിന് എല്ലാവരും ഒരു NG ലിങ്ക് നമ്മൾ അയച്ചാൽ ആ ഒരു ലിങ്കിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അയക്കാൻ പറ്റുമോ? എൻ്റെ ഒരു സംശയമാണ് അത്. കാരണം എൻ്റെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അറിയാം ആർക്കടാ ഇത്ര ജിജ്ഞാസ എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി ഇത് വായിച്ചത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏതെങ്കിലും സോങ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരാൾ. എനിക്ക് ഒരു സോങ് കേൾക്കുമ്പം ഞാൻ ഒരാളെ ഓർക്കാറുണ്ട്. അത് എനിക്ക് ഞാൻ അതും അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിനക്കെൻ്റെ മനസ്സിലെന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് കേട്ടോ. മീര ജാസ്മിൻ്റെ ദിലീപിൻ്റെ ഒരു പാട്ടാണ്. അപ്പം എനിക്ക് ഞാൻ ആ പാട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 10 to +1 പഠിക്കുന്ന സമയത്താണ് ഞാനത് കേട്ടിട്ടുണ്ട്. ഓ ഗോഡ്, ഐ വാസ് ബ്ലഷിങ്. അയ്യോ, ഞാൻ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്? ഓക്കെ, അപ്പം ഒരു +1 നമുക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടായിരുന്നു കേട്ടോ അതും. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഡൈ ഹാർട്ട് ക്രഷ് ഉണ്ടായിരുന്നു ഒരാളോട്. അപ്പം ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ പുള്ളീനെ പറ്റിയായിരുന്നു ആലോചിക്കുന്നത്. അപ്പം സ്റ്റിൽ എപ്പോഴും ആ പാട്ട് ഞാൻ കേൾക്കുമ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഒരു സംഭവത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാറുണ്ട്. സോ മൈ ഫസ്റ്റ് ക്രഷ് അയാളെ ഞാൻ ഓർക്കാറുണ്ട് ആ പാട്ട് കേൾക്കും. ആ പാട്ട് മാത്രം കേൾക്കുമ്പോൾ കേട്ടോ. പിന്നെ ലാസ്റ്റ് ടൈം സമ്മൺ മേഡ് യു ബ്ലഷ്. ഓക്കെ, ഫ്യൂ സെക്കൻഡ്സ് അഗോ. നീ അരികിൽ നിൽക്കും നേരം പ്രണയം കൊണ്ടെൻ കരൾ പിടയും. ഞാനങ്ങനെ എന്നെ അങ്ങനെ ആരും ഡെയിലി ബേസിസിൽ ബ്ലഷ് അടിപ്പിക്കാറൊന്നുമില്ല കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എന്താ പറയുന്നത്, ചില ചോക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ ബ്ലഷ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശില്പ വിളിക്കുമ്പം അല്ലെങ്കിൽ ആൻ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും നാളത്തെ ഫ്യൂച്ചറിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോഴും ഞങ്ങൾ ബ്ലഷ് അടിക്കാറുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു ക്രഷുള്ള ഒരാളോ ഒരു റിലേഷൻഷിപ്പിലായ ഒരാളോ അങ്ങനെ ഒരു ബ്ലഷ് അടി എനിക്ക് ഈ അടുത്ത സമയത്തൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. പിന്നെ ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ലൈക്ക് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ പ്രണയം കണ്ടിട്ട് നമ്മൾ ബ്ലഷ് അടിക്കാറുണ്ട് ഗൈസ്. അതൊക്കെ കണ്ട് ഞാൻ ബ്ലഷ് അടിക്കാറുണ്ട്. ഓക്കെ, അല്ലാതെ ഇല്ല. ഒരു ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എടേ, അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ ഈ NGLയിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാം കൂടെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചു പോയി, ഇതാരടാ ഇത്, ഇതായിരുന്നു എൻ്റെ റിയാക്ഷൻ. ഓക്കെ, ഒരു ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. ഓക്കെ, ഇഫ് യു ആർ റെഫറിങ് ഒരു റിലേഷൻഷിപ്പ് ഹാർട്ട് ബ്രേക്ക് ആണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ എന്ത് തരം ഹാർട്ട് ബ്രേക്ക് ആണെന്ന് വെച്ചാൽ നമുക്കിപ്പം
പലവിധ പ്രശ്നങ്ങൾ കാണില്ലേ ഒരാളാവുമ്പം. അങ്ങനെയുള്ള പല പല ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ ഞാൻ കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു ഗായത്രിയായിട്ട് നിൽക്കുന്നത്. ഐ ആം സ്റ്റിൽ നോട്ട് പെർഫെക്റ്റ്. ഓക്കെ, പിന്നെ അടുത്തത്, എവർ റിജക്റ്റഡ് സമ്മൺ. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? യെസ്, ഓഫ് കോഴ്സ്. ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് പേര് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഒരാളെ റിജക്റ്റ് ചെയ്തത് ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ സീരിയസ്ലി ഞാൻ നിങ്ങളുടെ പറയാം, എനിക്ക് ഒരാളെ റിജക്റ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു സീനിയർ ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഐ വാസ് ലൈക്ക്, എന്താ പറയുന്നത്, എനിക്കിഷ്ടമല്ല, എൻ്റെ അടുത്ത് ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരനിങ്ങനെ ഡെയിലി ഇത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനിങ്ങനെ ഓരോ നമ്പറിൽ നിന്ന് നോട്ടൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പം ഐ വാസ് കൈൻഡ് ഓഫ് ഇറിറ്റേറ്റഡ്, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആട്ടി തുപ്പി അണച്ചങ്ങ് വിട്ടു. ഓക്കെ, അങ്ങനെ ഇയേഴ്സ് ലേറ്റർ, ഈ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു റിയാലിറ്റി ചെക്ക് തോന്നി. സോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനതൊരു ഭയങ്കര ബാഡായിട്ടുള്ളൊരു റെസ്പോൺസാണ് പുള്ളിക്കാരന് കൊടുത്തത്. പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് എന്നെ ലൈക്ക് ചെയ്തില്ലേ. അപ്പം ഒരു സോറി ഞാൻ ഇത് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുള്ളിയുടെ നമ്പറൊക്കെ തപ്പി പിടിച്ചിട്ട് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് പുള്ളി ഇതാരാ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഗായത്രിയാണ്. ഏത് ഗായത്രി? വിളിച്ചു. ഓക്കെ, ഇത്രയും വർഷമായില്ലേ, പുള്ളിക്ക് ഓർമ്മ ആണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഡിഗ്രിക്ക് ജൂനിയറായിട്ട് പഠിച്ച ഗായത്രിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് പുള്ളി വിചാരിച്ചത് എന്താ, പുള്ളിയുടെ കൂട്ടുകാരന്മാർ പേര് മാറ്റിയിട്ട് മെസ്സേജ് അയച്ചാണെന്ന് വിചാരിച്ചിട്ട് പുള്ളി പറഞ്ഞു, നിങ്ങളോടൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞിരിക്കും മെസ്സേജ് അയക്കരുത്. ഞാൻ അങ്ങ് കരിഞ്ഞില്ലാതായി. ഞാൻ ഇങ്ങനെയുള്ള ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നിന്ന് നാറാറുണ്ട്. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, അടുത്തത്, നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അതൊക്കെ എന്ത് ചോദ്യമാണ്. ക്രഷ് ഒക്കെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒന്നുമല്ല. നമുക്ക് അതും എല്ലാവരും മനുഷ്യരാണേ. എന്തുകൂടെ നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ നമ്മൾ അതിന് ആണെന്നോ പെണ്ണെന്നോ ഇല്ല കേട്ടോ, നമുക്ക് ക്രഷ് തോന്നും. ആണെന്നോ പെണ്ണെന്നോ ഇല്ല കേട്ടോ, നമുക്ക് ക്രഷ് തോന്നും. കൊള്ളാടാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് അത് തുറന്നു വന്നാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, ക്രഷ് തോന്നിയിട്ടുണ്ട് ഗൈസ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. യാ, അടുത്തത്, ടോക്സിക് ട്രൈറ്റ് ഇൻ ലവ്. എനിക്ക് ടോക്സിക് ട്രൈറ്റ്സ് ഒരുപാടുണ്ട്. ലൈക്ക് ഞാൻ റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോൾ പോലും എനിക്കതുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ഒരു മെയിൻ ടോക്സിക് ട്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് എനിക്കതിപ്പോഴും ആൾക്കാരത് ടോക്സിക് ട്രൈറ്റ് എന്ന് പറഞ്ഞാലും ഐ സ്റ്റിൽ എനിക്കിപ്പോഴും അതുണ്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എനിക്ക് ജോക്ക് എടുക്കുന്നതിൽ ഞാൻ അത്ര നല്ലൊരു വ്യക്തിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സീരിയസ് ആവുന്ന സമയത്തും അല്ലാത്ത സമയത്തും എപ്പോഴും ഇങ്ങനെ ജോക്ക് പറഞ്ഞ് ഭയങ്കര അൺസീരിയസ് ആയിട്ട് ലൈഫിനെ കാണുന്ന ഒരാളെ എനിക്ക് എൻ്റെ ലൈഫിലോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് അങ്ങനെ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ട് ഭയങ്കര ജോക്കൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും എനിക്കതെന്താണെന്ന് അറിയില്ല, എനിക്കത് പറ്റില്ല. മേ ബി എനിക്ക് മുൻപേ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് അത്തരത്തിലുള്ളൊരു ജോക്കുകൾ എടുക്കാൻ എനിക്ക് പറ്റാറില്ല. കാരണം എപ്പോഴും ആ ജോക്കുകൾ എന്നെ ഷെയിം ചെയ്യാനുള്ളതാണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ ഷെയിം ചെയ്യാനുള്ളതാണോ എന്നൊരു ഒരു സാധനം എൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ വർക്കൗട്ട് ആവും. ബിക്കോസ് ഐ എക്സ്പീരിയൻസ് ദാറ്റ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ജോക്കുകളൊന്നും എനിക്ക് പറ്റാറില്ല. എസ്പെഷ്യലി എൻ്റെ അടുത്ത് ജോക്ക് പറയുന്ന ആൾക്കാരെ, അങ്ങനെയുള്ള ജോക്ക് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഞാൻ 2 ഹാൻഡ് ഡിസ്റ്റൻസിലേ ഞാൻ നിർത്താറുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ എവർ റിപ്ലൈ ടു റോങ് പേഴ്സൺ വൈൽ ഗോസിപ്പിംഗ് അബൌട്ട് ദ അതായത് നോണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും മെസ്സേജ് മാറിപ്പോയിട്ടുണ്ടെന്ന്. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം കേട്ടോ. ഞാൻ പഠിക്കുന്ന ടൈമിലുണ്ടല്ലോ, ഞാനും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ മിണ്ടില്ല. PhDക്ക് പഠിക്കുമ്പോഴാണ് മിണ്ടില്ല. അപ്പം ഇവളെ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവൾ വന്നിട്ട് ഭയങ്കര റൂഡായിട്ട് എന്നോട് സംസാരിച്ചു. ഓക്കെ, അപ്പം എനിക്ക് ആ കളിയാക്കൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഇവളുടെ അടുത്ത് തിരിച്ച് സംസാരിച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ഇത് പറയാനായിട്ട് പോയിട്ട് വോയിസ് അടിച്ചിട്ട് ഫ്രണ്ടിന് വോയിസ് അയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വിളിക്കുന്നു, ഇടീ നീ അവളെ പറ്റി പറയുന്നത് ഗ്രൂപ്പിലാണടി ഇട്ടത്, കയറി ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കയറിയിട്ട് ഡിലീറ്റ് ഫോർ എവരി വൺ അങ്ങ് കൊടുത്ത്. അയ്യോ പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. എടി ഇവളെന്തടി ഇങ്ങനെ പറയുന്നത്, എന്ത് സ്വഭാവമാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വോയിസ് ആയിരുന്നു ഗൈസ് അത്. അയ്യോ എനിക്ക്
അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗൈസ് ഞാൻ. എനിക്ക് ബോധം എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ചില സമയത്ത് വർക്കൗട്ട് ആവില്ല കേട്ടോ. ഓക്കെ, അടുത്തത് വൈ ആർ യു സിംഗിൾ. ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഗായത്രി വൈ ആർ യു സിംഗിൾ. അതോ ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചധികം സംസാരിക്കാം. കാരണം ഇപ്പം എല്ലാവരും എന്നെ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഗായത്രി ആയിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പം അതിനെ എല്ലാം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഒരുപാട് എന്താ പറയുന്നത്, നമ്മളിങ്ങനെ മുറിവുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതൊന്നും ഇതായി ഓക്കെ ഇനി ഒരു റിലേഷൻ ആവാം, അല്ലെങ്കിൽ ഇനി ഒരാളെ എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ എനിക്കൊരു പാർട്ട്ണർ വേണം എന്ന് എനിക്ക് തോന്നുമ്പോൾ മാത്രം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചാൽ പോരെ. ഓക്കെ, ഇപ്പം ഞാൻ സിംഗിൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലോട്ട് എടുത്ത് ചാടാനാണെന്നുണ്ടെങ്കിൽ കടലിൽ ഒരുപാട് മീനുകളുണ്ട് കുട്ടി. അപ്പം ഞാൻ സിംഗിളായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചോയ്സസിനനുസരിച്ചുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ദാറ്റ് ഈസ് വൈ. സോ യാ, വരാനുള്ളവർ എങ്ങനെയാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നിരിക്കും ഗൈസ്. ഓക്കെ, റിപ്പീറ്റായിട്ട് പറയുന്ന മലയാളം വേർഡ്, ഞാൻ റിപ്പീറ്റായിട്ട് പറയാവുന്ന മലയാളം വേർഡ് അതെ 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 കേട്ടോ കേട്ടോ, ഇതൊക്കെയാണ് ഞാൻ റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതെ 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 എന്നെ എന്തെങ്കിലും ഫഹദ് ഫാസിൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അതെ 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 ഇപ്പോൾ വോയിസ് അയക്കുവാണെങ്കിലും അതെ 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 അതിൻ്റെ അതെയുടെ തന്നെ പല ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അതെ 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 അതെ, അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അതെ 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 അതെയോ അതെയുടെ തന്നെ പല മോഡുലേഷനിൽ ഞാൻ വർക്ക് ചെയ്യും കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ weirdest കോംപ്ലിമെൻറ്റ് യു എവർ ഗോട്ട്? ദാറ്റ് ഐ ആം റൂഡ്. ഞാൻ ഭയങ്കര ഒരു വില്ലത്തിയാണെന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരിത് അതിന് എൻ്റെ ഫാമിലിയിലാണെങ്കിലും എൻ്റെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും അതുണ്ട്. അതെന്തുകൊണ്ട് അതെനിക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ആരും സംസാരിക്കാൻ പാടില്ല, എൻ്റെ അടുത്ത് അങ്ങനെ ആരും ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ആര് സംസാരിച്ചാലും ഞാൻ അത് ടോളറേറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പം അതിന് എൻ്റെ നാട്ടുകാരായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഞാനത് ടോളറേറ്റ് ചെയ്യാറില്ല. ഞാൻ അതിന് തിരിച്ച് മറുപടി സംസാരിക്കാറുണ്ട്. പക്ഷേ വേറെ പലരാണെങ്കിലും അത് കേട്ടോണ്ട് നിൽക്കും, അല്ലെങ്കിൽ ചിലരത് മിണ്ടാതെ നിൽക്കും, ചിലർ വീട്ടിൽ വന്നിരുന്ന കാര്യം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് ആ മൊമെൻറ്റിൽ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്യും, എനിക്കപ്പം ഉചിതം എന്ന് തോന്നുന്നത് ഞാൻ സംസാരിക്കും. അപ്പം നമ്മളല്ലെങ്കിലും ഈ നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുതെന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാരോടത്തോ നമ്മൾ തിരിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരിച്ച് സംസാരിക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ അഹങ്കാരിയായി മാറുന്നത്. സോ യാ, അടുത്തത് തീർന്നോ? എക്സിനെ മിസ് ചെയ്തിട്ടുണ്ടോ? വൈഷുരായി ഇല്ല മിസ് ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞു. ഓക്കെ, എന്താണ് എൻ്റെ ടൈപ്പ്? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഭയങ്കര ഇങ്ങനെ അങ്ങ് എൻ്റർടൈൻ ചെയ്ത് ഓക്കെ ഭയങ്കര കോമഡിയൊക്കെ അടിച്ച് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലും കോമഡി അടിച്ച് എനിക്ക് അങ്ങനെ ഒരാളെ പറ്റില്ല ഗായ്സ്. എനിക്കത് എന്താണെന്നറിയില്ല, അതെൻ്റെ ഒരു ടൈപ്പായിപ്പോയി. അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഇല്ല. അങ്ങനെയുള്ള ചോയ്സ് ഉള്ളവർ അവരവർ തന്നെ കല്യാണം കഴിക്കട്ടെ. ഞാനിപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരാളെ ഞാൻ വിവാഹം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അല്ലാത്ത ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് അത് അയാൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ, അത് അയാളോട് ഞാൻ ചെയ്യുന്ന ഒരു ഇതായിരിക്കത്തില്ലേ. ഓക്കെ, എൻ്റെ ടൈപ്പ് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരാളെ നോക്കിയാൽ പോരെ. ഇപ്പം എനിക്കിങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായം ഉള്ള ആളെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും. അപ്പം ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്സിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഫോർ മീ ദാറ്റ് ഇസ് എ റെഡ് ഫ്ലാഗ്. ഓക്കെ, അപ്പം എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കണം, ബുക്കുകൾ വായിക്കുന്ന ഒരാളായിരിക്കണം, ബുക്സിനെ പറ്റി സംസാരിക്കണം. പിന്നെന്താ പറയുന്നത്, എന്നെ ഒരു പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ എന്നെ
എന്താ പറയുന്നത്, ഒരു മെറ്റീരിയലായിട്ടോ കാണുന്ന ഒരാളായിരിക്കരുത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താ പറയുന്നത്, ഞാനൊരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയാണ് എന്നെ കൺസിഡർ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇപ്പം ഒരു സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ആം എ ഹ്യൂമൻ. അപ്പം എന്നെ അങ്ങനെ കാണുന്ന ഒരാളായിരിക്കണം. അപ്പം നമ്മളൊരു മനുഷ്യന് കൊടുക്കേണ്ട ബേസിക് കാര്യങ്ങളുണ്ട്, ബെയർ മിനിമം ഉണ്ട്. അത് തരുന്ന ആളെന്ന് ഞാൻ പറയില്ല, അതവർക്ക് കൊടുക്കേണ്ടതല്ല, അവർക്കതുണ്ടല്ലോ. പിന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യം എന്താ എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ ഞാൻ അത്യാവശ്യം ഒരു ദൈവവിശ്വാസിയാണ്. പക്ഷേ എന്നെ കല്യാണം കഴിക്കുന്ന ആൾ അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണറായിട്ട് വരുന്ന ഒരാൾ അങ്ങനെ വേണം എന്നെനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നിടത്തോളം കാലം അതിനെ എന്താ പറയുന്നത്, നീ അങ്ങനെ ചെയ്യരുത്, എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് നീ അമ്പലത്തിൽ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഇതൊന്നും എനിക്കിഷ്ടമല്ല. ബിക്കോസ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നു. അപ്പം ഞാൻ അതിനെ കയറിയിട്ട് താങ്കൾ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അവിടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ ടൈപ്പ്. പിന്നെന്താ പറയുന്നത്, എനിക്കിപ്പം നമ്മളൊരു ഫാമിലിയായിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം കിച്ചണിൽ പോയിട്ട് എല്ലാവർക്കും കൂടെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുക, എനിക്കതൊന്നും പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ എനിക്കൊരാളോട് ഇഷ്ടം തോന്നുമ്പം നാച്ചുറലി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് ഫുഡ് കുക്ക് ചെയ്തെടുക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ അതെൻ്റെ ജോലിയാണ്, എൻ്റെ ജോലി ആയതുകൊണ്ട് ഞാനത് ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്താൽ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളെ ഒരു മെറ്റീരിയലായിട്ടോ നമ്മളെ ഒരു പ്രോപ്പർട്ടി ആയിട്ടോ നമ്മളെ ഒരു മെയ്ഡ് വിത്ത് എ ഗുഡ് ഫേസ് ആൻഡ് ഇന്നസെൻറ്റ് മൈൻഡ് എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ് എന്നല്ല, എനിക്കത് അനുവദിക്കാനേ പറ്റില്ല. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ അപ്പുറമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ തോന്നും, ഓക്കെ, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കുട്ടികളുണ്ടോ? അപ്പം ആൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ വൈസ് വേഴ്സ. അപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ചെറുക്കന്മാരുണ്ടോയെന്ന് ഞാനും ചിന്തിക്കാറുണ്ട്. കാരണം നമ്മൾ ഒരാളെ അടുത്തറിഞ്ഞ് അയാളുമായിട്ടൊരു ഫാമിലി എന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ താമസിച്ച് തുടങ്ങിയാലല്ലേ നമുക്ക് അറിയുള്ളൂ എന്താ അത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ റിലേഷൻഷിപ്പിലാവുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പം. സോ ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ. ഓക്കെ, ഫസ്റ്റ് ക്രഷ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ മനസ്സിലെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ആ കുട്ടി. ഓക്കെ, അവനാണ്. ഓക്കെ, ഞാൻ ഓർക്കാറുണ്ട് ഗൈസ്. അത് ഫസ്റ്റ് ലവ് അല്ലേ ഗൈസ്? എല്ലാവരും നമ്മളിങ്ങനെ ഫസ്റ്റ് നമുക്കൊരു ക്രഷ് തോന്നിയ ഒരാളെ നമ്മൾ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ നമ്മൾ ഓർത്ത് പോകത്തില്ലേ ഗൈസ്? ഓക്കെ, അതൊരു തെറ്റാണോ അത്? ഓക്കെ, എന്ന് പറഞ്ഞ് ആ ഒരു പാട്ട് കേൾക്കുമ്പോഴേ ഞാൻ ഓർക്കാറുള്ളൂ. നമ്മളങ്ങനെ ഡെയിലി അങ്ങനെ കാണുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഇല്ലല്ലോ. ഇപ്പം എത്ര വർഷമായി? 10 വർഷമായി, ഞാൻ 10 കഴിഞ്ഞിട്ട്. അപ്പം അന്ന് തൊട്ടേ ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു. ആൻഡ് ബിഫോർ ദാറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.